നമ്മൾ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാനും ധൈര്യത്തോടെ മുന്നേറുവാനുമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കാം. ഒരു സ്കൂളിലെ സ്കൗട്ട് അംഗമായിരുന്നു വിൽബർട്ട് എന്ന 8 വയസ്സുള്ള കുട്ടി. ഒരിക്കൽ സ്കൗട്ട് അംഗങ്ങൾക്ക് വേണ്ടി ഒരു കാറോട്ട മത്സരം സ്കൂളിൽ സംഘടിപ്പിച്ചു. സാധാരണ നമ്മൾ കാണുന്നത് പോലെയുള്ളൊരു കാറോട്ട മത്സരമല്ലായിരുന്നു അത്. സ്കൂളിലെ അംഗങ്ങൾ തന്നെ രൂപപ്പെടുത്തി ഉണ്ടാക്കുന്ന ചെറിയ കാറുകൾ കൊണ്ടുള്ള മത്സരമായിരുന്നു അത്. എങ്ങനെ കാറുണ്ടാക്കണമെന്നും ഉള്ള നിർദ്ദേശം അനുസരിക്കുന്ന ഒരു പേപ്പറും അതോടൊപ്പം 4 ടയറുകളും കാറിൻ്റെ ബോഡി നിർമ്മിക്കുവാനുള്ള ചെറിയ മരക്കഷ്ണങ്ങളുമൊക്കെ ഓരോ കുട്ടികൾക്കും അവർ നൽകിയിരുന്നു. അതോടൊപ്പം സ്വന്തം മാതാപിതാക്കളുടെ സഹായം തേടാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് ഉണ്ടായിരുന്നു. കാറുകൾ ഉണ്ടാക്കാനുള്ള സാധനവുമായി വളരെ ആവേശത്തോടെയാണ് വിൽബർട്ട് അന്ന് വീട്ടിലെത്തിയത്. അവൻ ഓടിവന്ന് തൻ്റെ പിതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ തനിക്ക് കുട്ടികളുടെ കളിതമാശകളിൽ അത്ര താല്പര്യമില്ല എന്നും അതിനുവേണ്ടി സമയം കളയാനില്ല എന്നുമായിരുന്നു അവൻ്റെ അച്ഛൻ്റെ മറുപടി. ഇത് കേട്ട് ആദ്യം താൻ നിരാശപ്പെട്ടു എങ്കിലും സ്വന്തമായി കാർ നിർമ്മിക്കാൻ അവൻ തീരുമാനിച്ചു. ഇത് കണ്ട അവൻ്റെ അമ്മ അവനെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർക്കറിയാവുന്നതുപോലെ ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെറിയ കാർ നിർമ്മിച്ചു. കയ്യിലെടുത്തുകൊണ്ട് നടക്കാവുന്ന ഒരു കളിപ്പാട്ടത്തിൻ്റെ വലിപ്പത്തിലുള്ള കാറായിരുന്നു അത്. അങ്ങനെ അത് പോളിഷ് ചെയ്ത് വളരെ മനോഹരമുള്ളതാക്കി തീർത്തു. കാറോട്ട മത്സര ദിവസം എല്ലാവരും അവരവരുണ്ടാക്കിയ ചെറിയ കാറുകളുമായി മത്സരത്തിനെത്തി. അവരിൽ പലരുടെയും കാറുകൾ കണ്ടപ്പോൾ വിൽബർട്ടിൻ്റെ മുഖം വാടി. കാരണം അതിമനോഹരമായി ഉണ്ടാക്കിയ മറ്റ് കാറുകളെ തട്ടിച്ചു നോക്കുമ്പോൾ തൻ്റെ കാറ് അത്ര മനോഹരമല്ലായിരുന്നു. അതുമാത്രമല്ല, മറ്റു കുട്ടികൾ അവനെ കളിയാക്കുകയും ചെയ്തു. ഇതൊന്നും കാര്യമാക്കാതെ അവൻ കാറോട്ട മത്സരത്തിൽ ചേർന്നു. 2 പേർ തമ്മിലുള്ള മത്സരമായിരുന്നു ക്രമീകരിച്ചിരുന്നത്. അതിൽ ജയിക്കുന്ന ആൾ അടുത്ത ആളുമായി മത്സരിക്കും. അങ്ങനെ അവസാനം വരെ ജയിക്കുന്ന ആളുകൾക്ക് ട്രോഫി ലഭിക്കും. അതായിരുന്നു മത്സര രീതി. മത്സരം തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് കാറുകൾ മുന്നോട്ട് തള്ളിവിടുക. അങ്ങനെ മുൻപിലെത്തുന്ന കാറിൻ്റെ ഉടമകളെ വിജയികളായി പ്രഖ്യാപിക്കും. ഒടുവിൽ മത്സരം തുടങ്ങി. ദൈവാനുഗ്രഹം വിൽബർട്ടിൻ്റെ കൂടെയായിരുന്നു. അവൻ മറ്റു കുട്ടികളെ തോൽപ്പിച്ച് മുൻപിലെത്തി. അവസാനം ഫൈനൽ റൗണ്ടിൽ വിസിൽ മുഴക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ സാറിനോട് പറഞ്ഞു, ദയവേത് എനിക്ക് കുറച്ച് സമയം തരൂ. അങ്ങനെ പതിവ് പോലെ കണ്ണുകൾ അടച്ച് മുട്ടിന്മേൽ നിന്ന് അവൻ പ്രാർത്ഥിച്ചു. ഏകദേശം 1.5 മിനിറ്റ് അവൻ പ്രാർത്ഥിച്ചു. ആരാണ് വിജയിക്കുന്നത് എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നു. എന്നാൽ വിൽബർട്ടിൻ്റെ കാറ് ഏറ്റവും മുൻപിൽ എത്തി. താൻ വിജയിയായി. ഇത് കണ്ട വിൽബർട്ട് ആകാശത്തേക്ക് നോക്കി, ദൈവമേ നന്ദി എന്ന് പറഞ്ഞു. സമ്മാനദാനം നൽകുന്ന സമയത്ത് സ്കൗട്ടിൻ്റെ മാഷ് അവനോട് ചോദിച്ചു, നീ വിജയിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതല്ലേ? എന്നാൽ അതിൻ്റെ മറുപടി വളരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. അവൻ പറഞ്ഞു, അല്ലേ അല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റാൽ കരയാതിരിക്കാൻ ശക്തി നൽകണമേ എന്നാണ് ദൈവത്തോട് പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണല്ലോ. എന്നാൽ ദൈവഹിതപ്രകാരം കാര്യങ്ങൾ നടന്ന് ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അതിലും ഉത്തമം. നമ്മുടെ നന്മകളൊന്നും ദൈവം മുടക്കിക്കളയുകയില്ല. അവൻ നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും കർത്താവിൽ അർപ്പിക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.